യേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ ലൂമിനസ് റേഡിയോയുടെ പ്രിയ ശ്രോതാക്കളെ, എല്ലാവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നോമ്പുകാല ചിന്തകളിലേക്ക് സ്വാഗതം. ദൈവസ്നേഹത്തിൻ്റെ പരിപൂർണതയിലേക്ക് വളരാൻ നോമ്പിൻ്റെ ദിനങ്ങളിൽ നമ്മുടെ ഹൃദയങ്ങളെ പരിശോധിക്കാം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5:48 ഈശോ നമ്മോട് പറയുന്നു, നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കുവിൻ. ഒരു വിശ്വാസിയുടെ ഏത് ജീവിതാവസ്ഥയായിരുന്നാലും എല്ലാ ക്രൈസ്തവരും ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നു. ഓരോരുത്തരെയും വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നത് ഈ ലക്ഷ്യം നമ്മൾ പ്രാപിക്കാനാണ്. യഥാർത്ഥത്തിൽ എൻ്റെ വിശ്വാസം ആത്മാവുള്ളതാണോ, ജീവനുള്ളതാണോ? വിശ്വാസത്തിൽ നിന്ന് വിശ്വാസത്തിലേക്കും, റോമാ 1:16-17, മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്കുമുള്ള 2 Corinthians 3:18. നമ്മുടെ രൂപാന്തരീകരണത്തിന് ആവശ്യമായ ആത്മാവിൻ്റെ ദാനം സ്വീകരിക്കാൻ നമ്മെ തന്നെ ഒരുക്കണം. റോമാ 12:2, നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്, പ്രത്യുത നിങ്ങളുടെ മനസ്സിൻ്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുവിൻ. ദൈവഹിതം എന്തെന്നും നല്ലതും പരിപൂർണവുമായതെന്തെന്നും വിവേചിച്ചറിയുവാൻ അപ്പോൾ നിങ്ങൾക്ക് കഴിയും. അതെ, പുഴു ചിത്രശലഭവുമായി രൂപാന്തരപ്പെടുന്നത് പോലെ നമ്മിൽ പരിവർത്തനം സംഭവിച്ചുകൊണ്ടേയിരിക്കണം. ഇല്ലെങ്കിൽ നമ്മുടെ വിശ്വാസം നിർജീവമായി തീരും. 1 തെസ്സലോനി 4:7. അശുദ്ധിയിലേക്കല്ല, വിശുദ്ധിയിലേക്കാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. അതിനാൽ ഇക്കാര്യങ്ങൾ അവഗണിക്കുന്നവൻ മനുഷ്യനെയല്ല, പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിയ ദൈവത്തെയാണ്. അതെ, ദൈവത്തോട് തുറവിയുള്ള ഹൃദയത്തോടെ നമ്മുടെ യഥാർത്ഥ വിശ്വാസത്തിൻ്റെ സ്ഥിതി നമുക്ക് പരിശോധിക്കാം. ദൈവികത മാനുഷികതയിൽ ലയിക്കുന്ന ദൈവകൃപാവരം സ്വീകരിക്കാൻ നമ്മെ കൂടുതലായി ഈ നോമ്പിൽ ദൈവസ്നേഹത്തിന് സമർപ്പിക്കാം. കർത്താവിൻ്റെ തിരുമുഖത്തേക്ക് നോക്കിയിട്ട് നിങ്ങൾക്ക് സൗഖ്യം പ്രാപിക്കാനും രൂപാന്തരപ്പെടാനും കഴിയുന്നില്ല എന്ന് തോന്നിയാൽ കർത്താവിൻ്റെ ഹൃദയത്തിലേക്ക്, അവിടുത്തെ തിരുമുറിവുകളിലേക്ക് പ്രവേശിക്കുക. എന്തെന്നാൽ അതാണ് ദൈവകാരുണ്യത്തിൻ്റെ പ്രഭവസ്ഥാനം എന്ന് ഫ്രാൻസിസ് പാപ്പ നമ്മോട് സൂചിപ്പിക്കുന്നു. പരിപൂർണതയിലേക്കുള്ള വഴി കുരിശിലൂടെയാണ് കടന്നു പോകുന്നത്. ആധ്യാത്മിക സമരമില്ലാതെ വിശുദ്ധിയില്ല എന്ന് കാറ്റഗിസം ഓഫ് ദ കാത്തലിക് ചർച്ച് 2015 നമ്മെ പഠിപ്പിക്കുന്നു. മനുഷ്യൻ മനുഷ്യനെ തട്ടിച്ചു നോക്കുമ്പോഴല്ല നമ്മുടെ കുറവുകളെ കണ്ടെത്തുന്നത്, പിന്നെയോ പരിപൂർണനായ ക്രിസ്തുവിലേക്ക് നോക്കുമ്പോഴാണ് നമ്മുടെ യഥാർത്ഥ സ്ഥിതി വെളിപ്പെടുന്നത്. ഈശോയുടെ സ്നേഹഭാചനങ്ങളെ, ദൈവത്തിലുള്ള നമ്മുടെ വിശ്വാസം നമുക്ക് പരിശോധിക്കാം. എൻ്റെ നിത്യരക്ഷകനും സംരക്ഷകനും പരിപാലകനും എന്നെ നിത്യതയിലെത്തിക്കുന്നവനുമായ ഈശോയുടെ രക്ഷാകര സ്നേഹത്തെ സർവസ്വവുമായി ഞാൻ സ്വീകരിച്ച് സ്വന്തമാക്കിയവനാണോ? എങ്കിൽ നമ്മൾ എല്ലാ ബന്ധനങ്ങളിൽ നിന്നും സ്വതന്ത്രമായിരിക്കുന്നു. പ്രതിസന്ധികൾക്കുള്ളിലൂടെ നാം ദൈവത്തെ മഹത്വപ്പെടുത്തി കടന്നു പോകുവാൻ കൃപ ലഭിച്ചവരായിത്തീരുന്നു. മറിച്ചാണെങ്കിൽ എൻ്റെ ഇഷ്ടത്തിനൊത്ത് നിൽക്കുന്ന ഒരു ദൈവത്തിലായിരിക്കും എൻ്റെ വിശ്വാസം. അതെൻ്റെ ഇഷ്ടത്തിനൊത്ത് നിൽക്കുന്ന ജീവിത പങ്കാളിയെയും മാതാപിതാക്കളെയും മക്കളെയും അധികാരികളെയും സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി ദൈവത്തെ തേടുന്നതുമായിരിക്കും അതിൻ്റെ ഫലം. ഈ ലോകത്തിന് വേണ്ടി മാത്രം പ്രത്യാശ വെച്ചിട്ടുള്ളവരാണെങ്കിൽ നമ്മൾ മറ്റെല്ലാവരെയും നിർഭാഗ്യവരാണെന്ന് 1 Corinthians 15:19 തിരുവചനം സൂചിപ്പിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ ഈശോയെ, ഹൃദയവിശുദ്ധീകരണത്തിന് ആവശ്യമായതെല്ലാം നിന്നിൽ നിന്ന് മാത്രമാണല്ലോ ലഭിക്കുന്നത്. ഞങ്ങളുടെ കഴിവോ അറിവോ അല്ല. അങ്ങയുടെ ദൈവികത മാനുഷികതയിലേക്ക് ലയിക്കുന്ന നിന്റെ കൃപയിലാണല്ലോ എല്ലാം സാധ്യമാകുന്നത്. ആ കൃപ സ്വീകരിക്കാൻ പോലും അവിടുന്ന് ഞങ്ങൾക്ക് സഹായകനായ പരിശുദ്ധാത്മാവിനെ തന്നിരിക്കുന്നു. ആ ദൈവാത്മാവിൻ്റെ പ്രേരണയ്ക്കനുസരിച്ച് ജീവിതം ക്രമീകരിക്കാൻ ഈ നോമ്പിൽ ഞങ്ങളെ സഹായിക്കണമേ. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.